എനിക്ക് വല്ലാത്ത ആദ്യ അവധിയെ സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. കമലേച്ചി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കുഴപ്പം ഇക്കാര്യത്തിലില്ല. ഇപ്പൊ ഇക്കാര്യം തുറന്നു പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമാക്കണ്ട. അതെന്താണെന്ന് വെച്ചാ സത്യം രണ്ടുപേർക്കും അറിയില്ല. അർച്ചന പ്രസവിക്കില്ല എന്നുള്ള സത്യം സച്ചിയോട് തുറന്നു പറഞ്ഞാ അത് അർച്ചന കൂടെ അറിയണ്ടേ? സച്ചി മാത്രം അറിഞ്ഞാ മതി. ഇപ്പൊ അറിയരുതെന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഒരുപക്ഷെ അത് സച്ചിക്കൊരു ഷോക്കായാലോ? അവൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാലോ? കല്യാണം കഴിഞ്ഞ് ഒരു പ്രശ്നമാവുന്നതിനേക്കാളും നല്ലത് കല്യാണത്തിന് മുമ്പ് കാര്യങ്ങൾ തുറന്നു പറയുന്നതല്ലേ നല്ലത് അവന്തിയെ. കമലേച്ചി വെറുതെ ടെൻഷൻ അടിക്കുക. ഇതൊന്നും ഇക്കാലത്തൊരു വിഷയമേ അല്ല. വിഷയമാണ്. അർച്ചന പ്രസവിക്കില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞതാ. ഒന്നോ രണ്ടോ ഡോക്ടർമാര് പറഞ്ഞു കാണുമായിരിക്കും. ഈ രാജ്യത്ത് എത്രയോ ഡോക്ടർമാരുണ്ട്, എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. ഇതിനു വേണ്ടി തന്നെയുള്ള ഹോസ്പിറ്റലുകളും ഉണ്ട്. മെഡിക്കൽ സയൻസ് ഇത്രയേറെ വളർന്നിരിക്കുന്ന ഇക്കാലത്ത് ഇതൊന്നും ഓർത്ത് നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇതിനൊക്കെ പ്രതിവിധികളുണ്ട്, അനവധി മാർഗങ്ങളും ഉണ്ട്. തൽക്കാലം കല്യാണം കഴിയട്ടെ. അവര് പരസ്പരം സ്നേഹിച്ച് മനസ്സുകൊണ്ട് ഒന്നാവുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അവര് തന്നെ കണ്ടെത്തിക്കോളും ഇതിനുള്ള പോംവഴികൾ. എന്റെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത് അവന്തിയെ. കമലേച്ചി, ഒരു ടെൻഷനും വേണ്ട, സമാധാനായിട്ടിരിക്കെ. അന്നേ ഞാൻ പറഞ്ഞതാ ഈ പ്രശ്നം ഞാൻ മാനേജ് ചെയ്തോളാന്ന്. ഇത് ഞാൻ ഏറ്റു കമലേച്ചി. കല്യാണം കഴിഞ്ഞാ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കമലേച്ചി ധൈര്യമായിട്ടിരിക്കെ. എടാ മോനെ, ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നടാ. ഒരുത്തൻ ബാംഗ്ലൂര്, മറ്റൊരുത്തൻ ഭാര്യ വീട്ടില്. നിന്നെയെങ്കിലും കാണാൻ പറ്റിയല്ലോ. മുത്തശ്ശി വന്നത് ഞാൻ അറിഞ്ഞു. ഓഫീസ് വലിയ തിരക്കായിരുന്നു മുത്തശ്ശി, ഇല്ലെങ്കിൽ ഞാൻ ഓടിങ്ങ് വന്നേനെ. ജോലിയൊന്നും കളഞ്ഞ് ഓടി വരണ്ട മോനെ. ഞാൻ നിങ്ങളെയൊക്കെ കാണാതെ പോവോ? ഓണമൊക്കെ എങ്ങനെയുണ്ട് മോനെ? ഓണത്തിരക്കായിരുന്നു മുത്തശ്ശി. അവിടെ കമ്പനിയിൽ എല്ലാവർക്കും ബോണസൊക്കെ കൊടുക്കണ്ടേ, അതിന്റെ ഒരു തിരക്കായിരുന്നു. വന്നേ മുത്തശ്ശിരിക്ക്. എടാ മോനെ, അഖി എന്താ പിണങ്ങി പോയതാണോ? അപ്പോ മുത്തശ്ശി കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ ആരോടും ചോദിച്ചുമില്ല, ആരും ഒന്നും പറഞ്ഞുമില്ല. ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി മുത്തശ്ശി. എന്ത് ഇഷ്യൂ? അതായത് അത് ശരി, അങ്ങനെയാണല്ലേ കാര്യം? അതെ മുത്തശ്ശി. ഈ അമ്മായിയമ്മയും ഇളയ മരുമകളും തമ്മിലുള്ള അംഗത്തിന് ഒരു കുറവുമില്ലേ? അയ്യോ,
ഇളയ മരുമൾക്ക് അങ്ങനെ അംഗമൊന്നുമില്ല മുത്തശ്ശി. അതൊരു പാവം കുട്ടിയാ. അപ്പോ എന്റെ മകളാണല്ലോ പ്രശ്നക്കാരി. അമ്മയ്ക്ക് അഖിയോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം കൊണ്ട് അഖിയെ സ്നേഹിക്കുന്നവരെ അമ്മയ്ക്ക് കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെ ശ്യാമയുടെ നിറവും. എന്നാലും അമ്മ അങ്ങനെ മോശമായൊന്നും ശ്യാമയോട് പെരുമാറില്ല. പക്ഷേ എന്റെ ഭാര്യ അമ്മയെ എരിവ് കയറ്റി അമ്മയെ കൊണ്ട് ശ്യാമയെ വഴക്ക് പറയിപ്പിക്കും. അപ്പൊ നിന്റെ ഭാര്യയാണ് ആനന്ദ നിലയത്തിലെ ശകുനി. അവളിവിടം ഒരു ഹസ്തിനപുരിയാക്കും. മുത്തശ്ശി ഒന്ന് ഐശ്വര്യ ഉപദേശിച്ചാൽ മതി. എന്തായാലും എന്റെ ഭാര്യയായി പോയില്ലേ മുത്തശ്ശി. എടാ മോനെ, ഭാര്യമാരോട് വഴക്കിടണമെന്നും അവളുമാരെ തല്ലണമെന്നും ഒന്നും ഞാൻ പറയില്ല. സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവരെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്നുവെച്ചാ പഴയ മാടമ്പിമാരെ പോലെ ഭാര്യയെ വാതിലിനപ്പുറം നിർത്തി അടിമയാക്കണമെന്നൊന്നുമല്ല. തുല്യമായ അവകാശം കൊടുത്തുകൊണ്ട് തന്നെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തമാണ് വലുത്. പൊരുത്തമില്ലാത്ത ദാമ്പത്യ ജീവിതം നരകത്തിന് തുല്യമാണടാ. ജീവിതം സ്വർഗമാക്കി എടുക്കണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സ് ഒരുപോലെ ആയിരിക്കണം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി മുത്തശ്ശി. അവൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവളെ പറഞ്ഞു പഠിപ്പിക്കണം. പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കേട്ട് അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യ, കുശുമ്പും പകയും പ്രതികാരവും അസൂയയും നിറഞ്ഞ മനസ്സുമായിട്ടാ അവൾ ഈ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഡാ, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല മുത്തശ്ശി. ഭാര്യയെ പേടിയാണല്ലേ നിനക്ക്? അയ്യോ അതല്ല മുത്തശ്ശി. നമ്മുടെ അന്തസ്സും അഭിമാനം കൂടി നോക്കണ്ടേ മുത്തശ്ശി? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ നീ. അസുഖമുള്ളവർക്ക് ആയുർവേദത്തിൽ കഷായം കൊടുക്കുന്നത് പോലെ നീ ആഴ്ചയിലൊരിക്കൽ അവളുടെ ചെവിക്കല്ല് നോക്കി ഒന്നു കൊടുക്കണം. അപ്പോ ഈ രോഗം മാറിക്കോളും. മുത്തശ്ശി ആള് കൊള്ളാലോ. അല്ല, അതുകൊണ്ട് കുറയോ മുത്തശ്ശി? കണ്ണീന്നേ പൊന്നീച്ച പറക്കണം. അപ്പൊ എല്ലാം ശരിയാകൂടാ. എന്തുപറ്റി? ഒന്നുമില്ല ശ്യാമേ. അല്ല, പെട്ടെന്ന് സാറിന്റെ മുഖം മാറി. എനിക്കത് കണ്ടാൽ മനസ്സിലാവില്ലേ? പറയ് സർ, എന്താ പറ്റിയേ? എന്നാ കാര്യം ഞാൻ പറയട്ടെ. അമ്മയെ കാണാത്തുണ്ടല്ലോ, ടെൻഷനല്ലേ? അല്ലേ സർ? പറയൂ സർ, അതല്ലേ സത്യം? അമ്മയെ കാണാത്തതിന്റെ ടെൻഷനേക്കാൾ ഉപരി ഞാൻ അവിടെ നിന്ന് അമ്മയോട് പിണങ്ങിയല്ലേ പോകുന്നത്. പിണങ്ങി പോകുന്നതും പിന്നെ കാണാതിരിക്കുന്നതുമാ വിഷമം. സർ, അമ്മയോട് പിണങ്ങിയതില് എനിക്കും വിഷമമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയായി പോയില്ലേ? ആ ഐശ്വര്യടുത്തിയാ ഇതിനെല്ലാം കാരണം. അവർക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ. അമ്മയിൽ നിന്നും നമ്മൾ അകറ്റിയില്ലേ? ഐശ്വര്യടുത്തേക്ക് അമ്മയും ഞാനും തമ്മിൽ തെറ്റിപ്പിരിയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സാറിനോടൊരു പ്രശ്നവുമില്ല. അവരെന്തിനാ ഇത്തരം ചതികളൊക്കെ ചെയ്യുന്നത്? അവര് സ്റ്റെപ്പിൽ നിന്ന് വീണ് സ്വയം ആപത്ത് വരുത്തി വെച്ചിട്ട് അത് നിന്റെ പടലേക്ക് വെച്ച് തന്നു.
സാറിനോട് പറയണോ? വേണ്ട, എല്ലാം കഴിഞ്ഞ കാര്യം. കുറ്റവും എനിക്ക് തന്നെ വന്നതാ. അഖിൽ സാർ അത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാനായിട്ട് ഇനി ഐശ്വര്യത്തെ മോശക്കാരിയാക്കണ്ട. പക്ഷെ അവർ ചെയ്തത് ക്രൂരത തന്നെ. എടോ, താനെന്താ ആലോചിക്കുന്നേ? അത് അഖിൽ സാറിന് അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. അമ്മ എൻ്റെ ലോകമാണോ? അമ്മയെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ തന്നെ ഇൻസൾട്ട് ചെയ്താ എനിക്കത് സഹിക്കാനാവില്ല. എനിക്കറിയാം സർ. ഒരു കടലോണ സ്നേഹം തന്ന എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. 3 മക്കളുണ്ടെങ്കിലും അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാ. സാറിന്റെ അമ്മ ഒരു ദുഷ്ടത്തിയൊന്നുമല്ല, വളരെ നല്ല അമ്മയാ. അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും. എന്നോടുള്ള ദേഷ്യം ഞാൻ സാറിനെ സ്നേഹിക്കുന്നുണ്ടാ. അമ്മയുടെ സ്നേഹം സാറിനും സാറിന്റെ സ്നേഹം അമ്മയ്ക്കും. അതാ അമ്മയ്ക്ക് വേണ്ടത്. സാർ ഇങ്ങനെ വിഷമിക്കരുത്. അത് കാണുമ്പോ എനിക്ക് പ്രയാസം. സാർ ഒരു കാര്യം ചെയ്യും. അമ്മയുടെ മുന്നിൽ തോൽക്കുന്നോണ്ട് നമുക്ക് നന്മ മാത്രമേ വരൂ. സാർ ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോ. സാർ ചെന്ന് അമ്മയെ കാണും. അത് ശരിയാവില്ല. അമ്മയുടെ മുമ്പിൽ ഞാൻ തോൽക്കുന്നത് കൊണ്ടല്ല, എൻ്റെ അമ്മയുടെ മുൻപിൽ എൻ്റെ ഭാര്യ തോൽക്കും. അത് പാടില്ല. സാർ, കെട്ടുതാലി ഒരു കരാർ എവിഡൻസ് അല്ലടോ, അതൊരു ഉറപ്പാ. പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമെന്നുള്ള ഉറപ്പ്. മരണം വരെ. പക്ഷേ അവിടെ അമ്മയ്ക്ക് ഇതുപോലെ വേദനിക്കുന്നുണ്ടാവില്ലേ? അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. മോളെ, ആ അമ്മേ. എന്താ നിനക്ക് പറ്റിയത്? എന്താ നീ ഇത്ര ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. അമ്മയ്ക്ക് എന്നെ കാണാതെ ഉറങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ എനിക്കും. പ്രത്യേകിച്ച് ഒന്ന് പിണങ്ങിയില്ലേ, അതുകൊണ്ട്. നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകും. അഖിയെ ഓർത്തല്ലേ നിന്റെ മനസ്സിലെ സങ്കടം? അവനെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാനോ അവനെ കാണാതിരിക്കാനോ നിനക്ക് വയ്യ. അതല്ലേ മോളെ സത്യം? എന്നോട് പിണങ്ങിയതില് അമ്മ എന്നെക്കാളും കൂടുതൽ വിഷമിക്കുന്നുണ്ടാവും. ആ ഐശ്വര്യ അടുത്ത് എരിവ് കയറ്റിയതുകൊണ്ടാ. അല്ലെങ്കിൽ അമ്മ അത്രയും ദേഷ്യപ്പെട്ടില്ലായിരുന്നു. പിരിഞ്ഞിരിക്കാനും വയ്യ, അവനോട് വഴക്കും ഉണ്ടാക്കും. ഞാൻ അവനോട് ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല അമ്മേ. അവന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നത് അവനോട് വഴക്കുണ്ടാക്കുന്നതിന് തുല്യമല്ലേ? അവൻ താലി കെട്ടിയ പെണ്ണിനോട് ഒരല്പമെങ്കിലും സ്നേഹം കാണിക്കണ്ടേ മോളെ? അവൻ താലി കെട്ടിയ പെണ്ണായിട്ട് അവളെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. ആ, അപ്പൊ വഞ്ചി പിന്നെയും കെട്ടിയ കടവിൽ തന്നെ. ഇപ്പോ അമ്മയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും കാര്യങ്ങള് കൈവിട്ടു പോയെന്ന്. അമ്മ അതിന്റെ പേരിൽ വിഷമിക്കുന്നുണ്ടാവും. എനിക്ക് അവനോടുള്ള സ്നേഹം അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. എനിക്ക് നിന്നോടുള്ള സ്നേഹം നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ നിനക്ക് അവനോടുള്ള സ്നേഹവും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതെനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം എൻ്റെ ഹാർട്ട് ബീറ്റ് അന്നേരം കൂടും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മയുടെ മുഖം കാണുമ്പോഴാ എനിക്ക് സമാധാനാവുന്നേ. അമ്മ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം,
അത് കാണാനാ എനിക്കിഷ്ടം. മോളെ, ഇങ്ങനെ സ്വാർത്ഥതയാവരുത് മോളെ. അമ്മയ്ക്ക് എന്നോടും ഇല്ലായിരുന്നോ ഈ സ്വാർത്ഥത? ഉണ്ടായിരുന്നു. ആനന്ദ് വർമ്മ നിന്നെ കല്യാണം കഴിക്കുന്നത് വരെ. കല്യാണം കഴിഞ്ഞപ്പോ നിനക്കൊരവകാശിയായി. മരണം വരെ നിന്നോടൊപ്പമുള്ള നിന്റെ എല്ലാമായ അവകാശി. അതോടെ നിന്നോട് എനിക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും പരിമിതമായി. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിനുമേൽ എന്റെ കടന്നുകയറ്റം എല്ലാ അർത്ഥത്തിലും ഞാൻ അവസാനിപ്പിച്ചു. നല്ല പോലെ ചിരിച്ചിരിക്കുന്ന അമ്മയുടെ മുഖം കാണുമ്പോഴേ എൻ്റെ ഉള്ളു പോസിറ്റീവ് ആവും. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിന്റെ അഖി കല്യാണം കഴിച്ചപ്പോ അവനൊരവകാശിയായി, അവൾക്കും ഒരവകാശിയായി. അവരൊരു കുടുംബമായി. ആ കുടുംബത്തിൽ കയറി ഇടപെടാൻ നിനക്കെന്താ കാര്യം? അവനെന്റെ മകനാണെന്നുള്ള കാര്യം തന്നെ. അമ്മയെ സ്നേഹിക്കാതിരുന്നിട്ടില്ലല്ലോ അവൻ. അമ്മയുടെ അവകാശം നിഷേധിക്കാതെ തന്നെ അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. അതിലെന്താ തെറ്റ്? ഞാൻ എന്റെ മറ്റു മക്കളോടോ അവരുടെ ഭാര്യമാരോടോ ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ അമ്മേ. അമ്മ എന്നെ വിളിച്ചില്ലല്ലോ. ഇല്ല. കുട്ടിക്കാലത്ത് അവനെ കുറെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി കാശിനു വേണ്ടി വിലപേശിയ കാലം മുതൽ നിനക്ക് അവനോട് സെന്റിമെന്റ്സ് കൂടുതലാ. അതാ ഇതിന്റെയൊക്കെ പ്രശ്നം. മറ്റൊന്ന്, കറുപ്പിനോടുള്ള നിന്റെ ഒടുങ്ങാത്ത വിരോധവും. അമ്മ പറഞ്ഞത് ശരിയാ. കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടാവാം എനിക്ക് അവനോട് വളരെ സെന്റിമെന്റ്സാ. സാർ, ഞാൻ പറയുന്ന കേൾക്ക്. ഇന്നാലേ സാറിന് മനസ്സിന് സ്വസ്ഥത കിട്ടും. ഇന്നാലേ സാറിന് ഉറങ്ങാൻ പറ്റും. എനിക്ക് അവനോടുള്ള സ്നേഹം അവനൊരു പെണ്ണിനെ കെട്ടിയതോടെ അവൻ മറന്നു. അവനീ അമ്മയെ മറന്നു. സാർ അമ്മയൊന്ന് വിളിക്കേ. അതോടെ അമ്മയുടെ മകന്റെയും പ്രശ്നം തീർന്നോളൂ. മോളെ, അവൻ അമ്മയെ മറന്നതൊന്നുമല്ല. അവന്റെ ഭാര്യയെ നീ വെറുക്കുന്നതുകൊണ്ട് നിനക്കങ്ങനെ തോന്നുന്നതാ. അവൻ അമ്മ തന്നെയാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. എനിക്ക് അവനെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല. ഭാര്യ പിണങ്ങി പോയെങ്കിൽ അവളുടെ പിറകെ എന്നെ മറന്നോണ്ടാവും പോകുന്നത്. ശരിയാണോ അമ്മ? അമ്മ ഇതുപോലെ തന്നെ അവിടെ ടെൻഷൻ അടിച്ചിരിക്കായിരിക്കും. സംശയം വേണ്ട, സാർ വിളിക്കും. അമ്മ, എന്റെ മോനെ ഞാൻ എത്രയേറെ സ്നേഹിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. അവൻ എന്റെ ഹൃദയം തകർത്തിട്ടല്ലേ അമ്മ പോയത്. മോളെ, നീ വളരെ വളരെ ചെറുതായി പോകുന്നു.